അതിൻ്റെ കേസ് എനിക്കാണെങ്കിൽ നമ്മുടെ ആർമി ജീപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ആർമി ജീപ്പുകളൊക്കെ കിട്ടുന്നത് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഈ പ്ലഗിങ്ങിൻ്റെ ആപ്പ് വെച്ച് എങ്ങനെയാണ് എലിഫൻറ്റുകളൊക്കെ എടുക്കണമെന്ന് കുറേ കൂട്ടുകാർ നമ്മൾ ചോദിച്ചിട്ടുണ്ടെന്ന് അതിനെക്കുറിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ പഴയ ഓൾഡ് വാഗനർ കാറുകളൊക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓൾഡ് വാഗനർ കാറുകളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിൽ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഈ ഒരു ന്യൂ ഡ്രൈവേഴ്സ് സെഷനുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ന്യൂ ഡ്രൈവേഴ്സ് സെഷനുകളൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഈ ഒരു ഗെയിമിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് വന്ന ചീറ്റ് കോഡാണ് 5599. നമ്മൾ ബസ്സിൻ്റെ ചീറ്റ് കോഡാണ്. ബസ്സിൻ്റെ കളറും കാണാനൊക്കെ അടിപൊളി മാറ്റാൻ പിന്നെ 6 GB കളറാക്കിയിട്ടുണ്ട്. പിന്നെ 3005 കളൊക്കെ അടിച്ച് നമ്മൾ നിസാൻ GT കാറ് വരും. അങ്ങനെ കുറേ വെഹിക്കിൾസ് 5599 കളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബസ്സുകളൊക്കെ നമുക്ക് കിട്ടുമൊക്കെ. അപ്പോൾ ഈ ഒരു പ്ലഗിങ്ങിൻ്റെ ഓപ്ഷനുകളൊക്കെ നമ്മൾ എലിഫൻറ്റ് എടുക്കുന്ന ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഫസ്റ്റ് നിങ്ങൾ ആനിമൽസിൽ കയറാൻ പക്ഷേ എലിഫൻറ്റ് ഉണ്ട് കേസ്. അതിൻ്റെ എലിഫൻറ്റിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിന് മുന്നേ ഇവിടെ കുറേ ചീറ്റ് കോഡ്സ് ഉണ്ട്. നമ്മൾ ഇൻഡിവിക്ടറിലുള്ള എല്ലാ ചീറ്റ് കോഡ്സ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആനിമൽസിൽ കയറിയിട്ട് നമ്മൾ എലിഫൻറ്റ് അവിടെ ജസ്റ്റ് സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നമ്മൾ ആ ഒരു സെലക്റ്റിൻ്റെ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇന്ത്യ ബാക്ക് 3Dയിലിടാം. കേസ് അപ്പോൾ ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ആയിരിക്കണം. ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ആയാലും ഇട്ടർക്ക് വർക്ക് ആവത്തുള്ളൂ. എന്നിട്ട് പ്ലഗിങ്ങിൽ ക്ലിക്ക് ചെയ്ത് നേരെ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻ്റർനെറ്റ് ഓൺ ചെയ്താലേ ഇത് വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ പ്ലേസ് വെയിറ്റിംഗ് നിങ്ങളെ കാണിക്കും. അതിന് ഇവിടെ ഫയൽ ലോഡിംഗ് നിങ്ങളെ കാണിച്ചു തരാം. ജസ്റ്റ് ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചു തരാം. ബാക്ക് ഒന്ന് നേരെ പ്ലേ കൊടുക്കുക. അതിന് മുന്നേ നിങ്ങൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ആഡ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് പ്ലേ കൊടുക്കുക. പ്ലേ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ കാണാൻ കിടക്കണം. വീട്ടിൽ വെച്ചിട്ട് കോഡൊന്നും അടിച്ച് വിളിക്കില്ല. എല്ലാം നേരെ വീട്ടിൽ നിന്ന് മേലായിരിക്കും കേസ് പോയി കിടക്കണം. ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളൊക്കെ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഫോൺ എടുക്കുക. ഫോൺ എടുത്ത് നേരെ ആർന്ന് ഡയൽ ചെയ്ത് നമ്മളെ എലിഫൻറ്റുകളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതിനൊക്കെ. അപ്പം ആർന്ന് നിങ്ങളൊക്കെ ഡയൽ ചെയ്ത് എലിഫൻറ്റ് വിളിക്കുക കേസ്. ഓക്കെ, നിങ്ങൾ എല്ലാ എലിഫൻറ്റുകളൊക്കെ വിളിക്കുക. ഞാനിപ്പം ചെയ്ത പോലെ തന്നെ നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എലിഫൻറ്റുകളൊക്കെ കിട്ടുന്നതിനും. പിന്നെ നമ്മളത് കുറേ കൂട്ടർ ചോദിച്ചൊരു കാര്യമാണ്, നമ്മളെ റോക്കി ബൈക്ക് ഒന്നും കിട്ടുന്നില്ല. റോക്കി ബൈക്ക് എങ്ങനെയാണ് എടുക്കുന്നത്? റോക്കി ബൈക്ക് കാണിക്കുമ്പോഴും എന്തോ വിഷയങ്ങളെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തോരം പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും പറയാം. അപ്പോൾ വെഹിക്കിൾസ് പോയിട്ട് ഇവിടെ റോക്കി ബൈക്ക് സെലക്ട് കൊടുക്കാം. ഇവിടെ സെലക്ട് കൊടുത്ത് നേരെ ബാക്ക് ഒന്ന് നേരെ ഗെയിമിൽ കയറാൻ ശേഷം ജസ്റ്റ് നമ്മൾ ഇൻ്റർനെറ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഞാൻ ഇവിടെ ഓൺ ചെയ്യും പോലെ തന്നെ നിങ്ങൾ നേരെ നമ്മൾ ഈ ഒരു ഇൻ്റർനെറ്റും കാണൊക്കെ ഒന്ന് ഓൺ ചെയ്യുക. ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് പ്ലഗിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കാം. ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം ഇവിടെ പ്ലേസ് വെയിറ്റിംഗ് എന്ന് നിങ്ങളെ കാണിക്കും. അപ്പോൾ ഇവിടെ പ്ലേസ് വെയിറ്റിംഗ് എന്ന് നിങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ഇവിടെ ഫയൽ ലോഡിംഗ് എന്ന് നിങ്ങളെ കാണിക്കും. അവിടെ ഫയൽ ലോഡിംഗ് എന്ന് കാണിച്ചിട്ട് ബാക്ക് വരാം. എന്നിട്ട് നേരെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. എന്നിട്ട് നേരെ പ്ലേ ക്ലിക്ക് ചെയ്യുക. പ്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലേ ജസ്റ്റ് ലോഡായി നിങ്ങളൊക്കെ വരും നമ്മളെ ഗെയിം. എന്നിട്ട് വീട്ടിൽ നിന്ന് വെളിയിൽ നിങ്ങളൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നിങ്ങളൊക്കെ അടിച്ച് നമ്മളെ റോക്കി ബൈക്കുകളൊക്കെ നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മൾ നിങ്ങളൊക്കെ ഡയൽ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ നിങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ റോക്കി ബൈക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു റോക്കി ബൈക്കും പിന്നെ നമ്മൾ ആ ഒരു പ്ലഗിൻ ആപ്പിലുള്ള എല്ലാ വെഹിക്കിൾസും പിന്നെ നമ്മൾ ആ ഒരു ആനിമൽസുകളൊക്കെ നിങ്ങൾക്കും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈകളൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തുങ്ങളൊക്കെ നമ്മളെ ഈ ഒരു 2-3 എലിഫൻറ്റിനെങ്ങളൊക്കെ വിളിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു എലിഫൻറ്റ് ജസ്റ്റ് ഒന്ന് നമ്മളെ സ്റ്റിക്കി ബോംബ് വെച്ച് കൊല്ലാൻ പറ്റുമോ ഞാൻ ജസ്റ്റ് നോക്കട്ടെ. നമ്മളെ ഇത് പോലീസ് സ്റ്റേഷൻ്റെ അകത്താണ്. നമ്മൾ 2nd ഫ്ലോറിലും കാണൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു എലിഫൻറ്റുകളൊക്കെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നേരെ നമ്മളെ എലിഫൻറ്റ് സ്റ്റിക്കി ബോംബ് അടിച്ചിട്ട് നെക്സ്റ്റ് ഫയർ കൊടുക്കാനായിട്ട് പോകുന്നത്. പക്ഷേ അപ്പം തന്നെ നമ്മളെ 2 എലിഫൻറ്റ് പൊട്ടിത്തെറിച്ച് ഒരെണ്ണം ഇങ്ങനെ അറ്റത്തോട്ട് നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ 2 പൊട്ടിത്തെറിച്ച് എന്തായാലും കുഴപ്പമില്ല, 2 എലിഫൻറ്റിൻ്റെ ചത്തുള്ളൂ. എന്നാലും ഞാൻ ഈ ഒരു എലിഫൻറ്റിനെ മാറ്റിയിട്ട് ഞാൻ നേരെ പുറത്തോട്ട് ഇറങ്ങണം. നമ്മൾ പടി സ്റ്റെയർ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് നിങ്ങളൊക്കെ ഇറങ്ങുവാണ്. ഓക്കെ, അപ്പം പുറത്തോട്ട് നിങ്ങളൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് കുറേ കൂട്ടുകളൊരു ഡൗട്ടാണ് നമ്മൾ ചോദിച്ചത്. കേസ് നമ്മൾ സ്പൈഡറിനെ ഞാനൊക്കെ റിമൂവ് ചെയ്തത്. കേസ് ഇപ്പോൾ ഈ ഒരു സ്പൈഡറിനെ റിമൂവ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഇപ്പോൾ ഈ ഒരു സ്പൈഡറും കാണൊക്കെ എന്താ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മളെ ബസ് കൊണ്ടുവരുന്നത് തന്നെ സ്പൈഡറിനെ ഞങ്ങളൊക്കെ റിമൂവ് ചെയ്താണ്. എന്തായാലും ഈ വരുന്ന അപ്ഡേറ്റിൽ നമ്മൾ സ്പൈഡറിനെ കൺഫേം ആയിട്ട് കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞു. ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മളെ ഗെയിമിലോട്ട് സ്പൈഡറും കാലൊക്കെ കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞതൊക്കെ. അപ്പോൾ ഇത് 100% കൺഫേം ആണ്. നമ്മൾ ഈ ഒരു പറഞ്ഞ അപ്ഡേറ്റിൽ നിങ്ങളൊക്കെ നമ്മൾ സ്പൈഡർ കൺഫേം ആയിട്ട് വരും കേസ്. ഓക്കെ, പിന്നെ കേസ് നമ്മളെ വാഗനർ കേസ്. അപ്പോൾ ഈ ഒരു വാഗനർ നമ്മൾ ഓൾഡ് വേർഷനിൽ മാത്രമേ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വാഗനറും കളൊക്കെ കിട്ടത്തുള്ളൂ. ഓൾഡ് വേർഷനിൽ നിന്ന് റിമൂവ് കളൊക്കെ ഇപ്പം ന്യൂ ആയിട്ട് വന്നപ്പോൾ റിമൂവ് ആവുകയും ചെയ്ത് നമ്മളെ പഴയൊരു വാഗനറാണ്. അപ്പോൾ ഈ ഒരു വാഗനർ നിങ്ങൾക്ക് ഓട്ടിച്ച് നോക്കണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വാഗനർ അടിപൊളിയായിട്ട് ഓട്ടിക്കണമെങ്കിൽ നിങ്ങൾ നേരെ പഴയ വെർഷൻ നമ്മൾ ഇന്ത്യ ബാക്ക് 3Dയുടെ ഏറ്റവും പഴയ വെർഷനുകളൊക്കെ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ ഈ ഒരു വാഗനർ കാറുകളൊക്കെ കിട്ടത്തുള്ളൂ. നിങ്ങൾ ആ പഴയ വെർഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പഴയ ഇതിലുള്ള നമ്മളെ ബുഗാട്ടി കാർ
ബുഗാട്ടി കാറാണ്. ഞാൻ പഴയ വെർഷനാണ് ഞാൻ ഇപ്പോൾ കളിക്കുന്നത്. അതിൻ്റെ ചീറ്റ് കോഡ് ഇപ്പോൾ കാണിച്ചിട്ടില്ല. 22 അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു വാഗണർ കാണാൻ കിട്ടും. ഇപ്പോൾ 22 വേറൊരു കാറാണ് കേസ് നമുക്ക് കിട്ടണം. പിന്നെ 33 കാണാൻ അടിച്ച് നമ്മൾ ആ ലംബോർഗിനി കിട്ടും. ഇപ്പോഴും വേറൊരു കാറാണ് കേസ് അതിൽ നമുക്ക് കിട്ടണതൊക്കെ. പിന്നെ നമ്മളെ ബുഗാട്ടിയുടെ ചീറ്റ് കോഡ് ഞാൻ പറഞ്ഞുതരാം. ബുഗാട്ടിയുടെ ചീറ്റ് കോഡ് 4444 കേസ്. ബുഗാട്ടിയുടെ ചീറ്റ് കോഡ് വന്നിട്ട് അപ്പം അങ്ങനെ കുറേ ചീറ്റ് കോഡ്സ് നിങ്ങളൊക്കെ പഴയ വെർഷനിലാണ് ഉള്ളതൊക്കെ, പുതിയ കാർഡ്സുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്കിത് ഓട്ടിക്കണമെങ്കിൽ ജസ്റ്റ് പഴയ വെർഷനുകളൊക്കെ ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് സമയത്ത് കുറേ കൂട്ടർ ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ മൾട്ടിപ്ലെയർ മോഡുകളൊക്കെ വരുമെന്ന്. കൈസപ്പീരും മൾട്ടിപ്ലെയർ മോഡുകളൊക്കെ എന്ന് വരുമെന്ന് ഇതൊരിക്കലും കൺഫേം ആയിട്ടില്ല. ഈ ഒരു മൾട്ടിപ്ലെയർ മോഡ് വരുമെന്ന് തന്നെ ഇതൊരിക്കലും കൺഫേം ആയിട്ടില്ല. നമ്മൾ പല വീഡിയോസിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൾട്ടിപ്ലെയർ മോഡ് വരുമെന്ന്. കൈസപ്പോൾ ഈ ഒരു മൾട്ടിപ്ലെയർ മോഡ് എന്തായാലും ഇതൊക്കെയൊന്നും വരാൻ ചാൻസ് ഇല്ല. വരണമെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു ചാനലോട് നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് എന്നുള്ള ചാനലൊന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നെയൊക്കെ സമയം ഈ ഒരു ഡ്രൈവേ സ്റ്റേഷൻ ഇപ്പോൾ ന്യൂ ആയിട്ട് വന്ന് നമ്മളെ ഡ്രൈവേ സ്റ്റേഷൻ കളക്ട് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട്. നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ RGS ടൂൾ പറ്റി ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യണം. അതുവരെ കട്ട് ചെയ്താൽ നമ്മൾ ആ ചോദ്യം വരെ കട്ട് ചെയ്ത് തന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കാം. ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നേരെ ഇൻ്റർനെറ്റ് കേസ് മസ്റ്റായിട്ട് ഇൻ്റർനെറ്റ് ആദ്യം ഓൺ ചെയ്തതിന് ശേഷം ഇത് ചെയ്യാവും. ഞാൻ ജസ്റ്റ് എന്തായാലും ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് ഒരിക്കൽ കൂടി ഞാനൊരു ഫയൽ നേരെ കോപ്പി ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്ത് നമ്മളെ ഈ ഒരു ന്യൂ എന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അതിൽ കട്ട് ചെയ്തിട്ട് ടിക്ക് മാർക്ക് കൊണ്ടുമ്പോൾ ഫയൽ ലോഡിങ് നിങ്ങൾക്ക് എനിക്കൂടെ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ ഫയൽ ലോഡിങ് എന്ന് കാണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്യുക. കേസ് അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വെഹിക്കിളോ എന്തെങ്കിലും വിളിക്കുക. ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളൊരു വണ്ടികളൊക്കെ ഞാൻ ഇവിടെ വിളിച്ചിട്ടുണ്ട്. കേസ് അപ്പോൾ നമ്മൾ നേരെ അതിന് മുന്നേറ്റ് നിങ്ങൾ വിളിക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഗെയിം ഒന്ന് റീഫ്രഷ് അടിക്കുക. അടിച്ച് ഒന്നുകൂടെ ഗെയിമിനകത്ത് കയറിയതിന് ശേഷം നേരെ ഈ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ ഗെയിമിൻ്റെ ഓപ്ഷനിൽ കയറി ചലഞ്ചേഴ്സിൽ പോയിട്ട് അവിടെ നമ്മളെ ഈ ഒരു ഡ്രൈവേ സ്റ്റേഷൻ്റെ മോഡുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ ഈ ഒരു ഡ്രൈവേ സ്റ്റേഷൻ നമ്മൾ ന്യൂ ഡ്രൈവേ സ്റ്റേഷനുകളൊക്കെ എത്തും. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു പഴയ ഡ്രൈവേ സ്റ്റേഷൻ പോലെയാണ്. പക്ഷേ ഞാൻ ഡ്രൈവേ സ്റ്റേഷൻ എടുത്ത് ഓട്ടിച്ച് കാണിച്ചുതരാം. അപ്പോഴേ നിങ്ങൾക്ക് അറിയാം ഇതൊരു ന്യൂ ഡ്രൈവേ സ്റ്റേഷനാണെന്ന്. അപ്പം ഞാൻ ഈ ഓടിക്കുന്ന റൂട്ടിൽ കൂടെ പോയി കഴിയുമ്പോൾ നമ്മളെ ന്യൂ ആയിട്ട് നമ്മളെ ഡ്രൈവേ സ്റ്റേഷനുകളൊക്കെ നമുക്കിവിടെ കിട്ടത്തണം. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചത് നമ്മളിവിടെ കുറേ ടാങ്കേഴ്സ് വെച്ചിട്ടുണ്ട്, അതിൽ കൂടെ ഓട്ടിച്ച് വിടുകയാണ് കേസ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മളെ ടാങ്കേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഓട്ടിച്ച് നിങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ടാങ്കറല്ലാതെ ഇവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പോണ വഴി കൂടെ തന്നെ നിങ്ങൾ പോവുക. അപ്പോൾ നമ്മളെ ഈ റെയിൽവേ പാളം വഴി തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഈ ഒരു നമ്മുടെ ന്യൂ ആയിട്ടൊന്ന് നമ്മളെ റെയിൽവേ സ്റ്റേഷനും കാലമൊക്കെ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നമ്മൾ ഈ ഒരു വഴി കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം എനിക്കിവിടെ കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നമുക്കിവിടെ എത്തുന്നതിനൊക്കെ. അപ്പോൾ ഞാൻ പോണ വഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം കൂടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ആയിട്ട് വന്ന് നമ്മളെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നമ്മൾ എത്താറായിട്ടുണ്ട്. കുറച്ച് ദൂരം കൂടെ ഉള്ളിൽ നമ്മൾ ന്യൂ ആയിട്ട് വന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എത്താനായിട്ട് ഇതൊരു ഫാൻ മെയ്ഡ് വർക്കാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫാൻ ബോയിങ്ങളൊക്കെ ഉണ്ടാക്കിയൊരു വർക്കാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി ഒരു വർക്ക് ചെയ്യുന്നതാണ്. അത് നമ്മുടെ ഫയലാക്കി നമുക്ക് കിട്ടിയതാണ്. അത് നിങ്ങൾ അതിനെ ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫയൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാക്കാം. ഞാൻ ചെയ്തത് അതേ മെത്തേഡിൽ കൂടെ ചെയ്തല്ല നിങ്ങൾക്ക് ഒരു ഓപ്ഷനുകളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ കേസ് ഞാൻ ഇവിടെ നമ്മളെ ന്യൂ ആയിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എത്തിയിട്ടുണ്ട് കേസൊക്കെ. അതേസമയം നമ്മളെ ന്യൂ ആയിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഞാൻ സ്റ്റോപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേസ് നമ്മൾ ന്യൂ ആയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നടക്കാം. അപ്പോൾ എത്ര കൂട്ടർക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എത്ര ഇഷ്ടപ്പെട്ട താഴെ കമൻറ്റ് മറക്കില്ല കേസൊക്കെ. അപ്പോൾ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.